ശബരിമല സ്വർണ്ണക്കവർച്ചയ്ക്ക് പിന്നാലെ പിണറായി സർക്കാരിൻ്റെ ദേവസ്വം ഭൂമിക്കൊള്ളയും റവന്യൂ രേഖകളിൽ പുറമ്പോക്കെന്ന് രേഖപ്പെടുത്തി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും സർക്കാർ തട്ടിയെടുത്തത് ഹെക്ടർ കണക്കിന് ഭൂമിയാണ്. ഭൂമിക്കൊള്ള നടന്നത് റീസർവേയുടെ മറവിലാണ്. സർക്കാരിൻ്റെ അഴിമതി പുറത്തായത് ഹൈവേ വികസനത്തിന് ഭൂമി ഏറ്റെടുത്തതോടെ ദേശീയപാത വികസനത്തിന് കേന്ദ്രം വിവിധ ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ച പണവും സർക്കാർ തട്ടിയെടുത്തു എന്നും ഓഡിറ്റ് രേഖകളിൽ വ്യക്തമാകുന്നു. ഞങ്ങളുടെ പ്രതിനിധി എസ് ശാലിനി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശാലിനി, അതായത് ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിലൊന്നും സർക്കാർ ഇടപെടുന്നില്ല, ദേവസ്വം ബോർഡിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് ഒരു ഭാഗത്ത് പറയുന്നത്. പക്ഷേ നമ്മൾ തുടക്കം മുതൽ ആരോപിക്കുന്നത് പോലെ ഈ ദേവസ്വം ബോർഡിൻ്റെ സ്വത്തിലാണ്, ഈ ദേവസ്വം സ്ഥാപനങ്ങളുടെ ഈ സ്വത്തിലാണ്, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ, ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ആ സ്വത്തിലാണ് സർക്കാരിൻ്റെ കണ്ണ് എന്നുള്ളത്. ഭണ്ഡാരത്തിലാണ് കണ്ണ്, ഒപ്പം ഈ ക്ഷേത്ര ഭൂമിയിലാണ് കണ്ണ് എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട, വളരെ ഗുരുതര സ്വഭാവമുള്ള ഒരു വിവരമാണിപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഈ സ്വർണ്ണക്കൊള്ള ഒരു ഭാഗത്ത് നടന്നു, അത് പകൽ പോലെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതേസമയം ഈ സ്വർണ്ണക്കൊള്ളയെ പോലെ തന്നെ ഗുരുതര സ്വഭാവമുള്ള ഭൂമിക്കൊള്ളയും സർക്കാർ നടത്തിയിരിക്കുന്നു. അതും സർക്കാർ മേൽനോട്ടത്തിൽ തന്നെയാണ് എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്, അല്ലേ? ശാലിനിയുടെ പക്കലുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അനിൽ നമ്പ്യാർ, അത് തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ച, ഒപ്പം തന്നെ തിരുവിതാംകൂർ ഉൾപ്പെടെ വിവിധ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങളിൽ കൈയിട്ട് വാരൽ. ഇതിനൊക്കെ പിന്നാലെയാണിപ്പോൾ ക്ഷേത്രഭൂമി കൂടി കൈയടക്കുന്നത്, ഭൂമി തട്ടിപ്പ് കൂടി നടത്തിയതായിട്ടുള്ള രേഖകൾ അത് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. റീസർവേയുടെ മറവിൽ ക്ഷേത്രഭൂമി കക്കുക, ഒപ്പം തന്നെ കൊള്ളയടിക്കുക, അതുവഴി വരുമാനമുണ്ടാക്കി സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുക എന്നൊരു നയമാണ് ഇതിലൂടെ ഇപ്പോൾ പിണറായി സർക്കാർ നടത്തുകയും ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇതിനായി ഈ ദേശീയപാത അതോറിറ്റി അടക്കം നൽകിയ പണം, ഈ ദേശീയപാതയുടെ വികസനത്തിനായി മറ്റും ഈ ഭൂമി ഏറ്റെടുക്കലുമായുള്ള നടപടിക്രമങ്ങൾ നടക്കുമ്പോഴാണ് ഈ ഭൂമി കൊള്ളയുടെ വലിയ ഒരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിനിടയിൽ അതുമായി ബന്ധപ്പെട്ട് നൽകിയ സഹായമടക്കം സർക്കാർ കൈയിട്ട് വാരിയിട്ടുണ്ട് എന്നുള്ള രേഖകൾ കൂടി പുറത്തേക്ക് വരികയാണ്. അതായത് സർക്കാർ തട്ടിയെടുത്തത് വിവിധ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡുകളുടെയും ആയിരക്കണക്കിന് ഏക്കർ ദേവസ്വം ഭൂമിയാണ് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ കൊള്ളയടിച്ചത് റീസർവേയുടെ മറവിലാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന രേഖകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. അതായത് ഹൈന്ദവ വികസനത്തിന് ഭൂമി ഏറ്റെടുത്തതോടെ ദേശീയപാത വികസനത്തിന് കൊടുത്ത ക്ഷേത്രഭൂമിക്കുള്ള നഷ്ടപരിഹാരം സർക്കാരിന് നൽകിയിരുന്നു. അതും സർക്കാർ തട്ടിയെടുത്തതായിട്ടുള്ള വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. അത് തട്ടിപ്പ് മറയ്ക്കാൻ ദേവസ്വം കൈവശമുള്ള സർക്കാർ ഭൂമി എന്ന് പരാമർശിച്ച് ഉത്തരവടക്കം ഇതിനോടകം തന്നെ സർക്കാർ തലത്തിൽ നിന്നും ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. നാഴിക്ക് 40 വട്ടവും ദേവസ്വം ബോർഡുമായി ദേവസ്വം മന്ത്രിക്കോ ദേവസ്വം വകുപ്പിനോ ഒന്നും തന്നെ ബന്ധമില്ല എന്ന് പറയുന്ന അതേ ദേവസ്വം മന്ത്രിയും ഒപ്പം തന്നെ ദേവസ്വം വകുപ്പും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ളതും അതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ ഇറക്കിയിട്ടുള്ളതും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട്, ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നു. CPM-ന്റെ ഇഷ്ടക്കാരൊക്കെ ജയിലിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ, അന്വേഷണം SIT വിവിധ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നു. മുൻ ദേവസ്വം മന്ത്രിമാർ അടക്കമുള്ളവർ കുടുങ്ങും എന്നുള്ള സൂചനകൾ വരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ദേവസ്വം ഭൂമി കൂടി ഇത്തരത്തിൽ കൈയിട്ട് വാരിയിട്ടുണ്ട്. ദേവസ്വം ഭൂമി മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് നൽകിയ ദേശീയപാത നൽകിയ പണമടക്കം അപഹരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ലക്ഷ്മി നട ദേവസ്വം വക 41.45 സെന്റ്, പുല്ലമല സബ് ഗ്രൂപ്പിലെ ദേവസ്വം ഭൂമി, ആറുകാലിൽ ദേവസ്വത്തിൽ 35 സെന്റ് തുടങ്ങിയവ വില്ലേജ് രേഖകളിൽ പുറമ്പോക്കെന്ന് കാണിച്ചുകൊണ്ടാണ് അത് സ്വന്തം ഇഷ്ടത്തിനായി വഴിവിട്ട രീതിയിൽ മറിച്ച് ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ഓഡിറ്റ് റിപ്പോർട്ടായി ഈ രേഖകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. കൂടാതെ ഇതിന് പിന്നാലെ സർക്കാർ തന്നെ ഭൂമിക്കൊള്ളയുടെ വിവരങ്ങൾ വന്നതോടുകൂടി വലിയ രീതിയിലുള്ള അങ്കലാപ്പിലേക്ക് നീങ്ങുന്നു എന്നുള്ളത്. കാരണം ഒരു ഭാഗത്ത് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട്.
ആ തിരിച്ചടിക്കിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിവിധ ക്ഷേത്രങ്ങളിലെ ഭൂമി ഹൈന്ദവ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി അടക്കം ഇത്തരത്തിൽ വക മാറ്റിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഭൂമിക്കൊള്ള നടന്നിട്ടുണ്ട് എന്ന തെളിവ് കൂടി പുറത്തേക്ക് വരുന്നത്. അതുമാത്രമല്ല, ദേവസ്വം ഭൂമി റവന്യൂ രജിസ്റ്ററിൽ ദേവസ്വം വക പണ്ടാരഭൂമി എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കും എന്നുള്ളതാണ്. എന്നാൽ റീസർവേയിൽ ഇത് പുറമ്പോക്കെന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകളും വഴിവിട്ട ഇടപെടലുകളും ഈ ദേവസ്വം ഭൂമിയിലും സർക്കാർ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ക്ഷേത്രഭൂമി റവന്യൂ വകുപ്പിൻ്റെതായി മാറ്റുകയാണ് ഇതുവഴി ചെയ്യുന്നത്. ഇത്തരത്തിൽ വിവിധ റീസർവേകളിൽ പാറശാല മുതൽ വടക്കൻ പറവൂർ ഗ്രൂപ്പിലെ പെരുവനം വരെയുള്ള അനവധി ദേവസ്വം ഭൂമിയുടെ റവന്യൂ രേഖകളിൽ സർക്കാർ പുറമ്പോക്കെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എത്ര ലാൻഡ്, അതായത് ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമിയാണ് ഇത്തരത്തിൽ ഭൂമിക്കൊള്ള നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് രേഖകളിൽ പറയുന്നത്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഇത് ഏതൊക്കെ ക്ഷേത്രങ്ങളിലെ ഏതൊക്കെ ദേവസ്വത്തിന് കീഴിലുള്ള ഭൂമിയാണ് എന്ന് നമുക്ക് പുറത്തുവിടാൻ കഴിയുകയും ചെയ്യും. എന്തായാലും ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുത്തപ്പോൾ പുറമ്പോക്കെന്ന് രേഖപ്പെടുത്തിയതോടെ നഷ്ടപരിഹാരം കുരുക്കിലായിട്ടുണ്ട്. അതുമാത്രമല്ല, സർക്കാർ ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാനാകില്ല എന്നുള്ളതാണ് വകുപ്പ്. അതുമാത്രമല്ല, ക്ഷേത്രഭൂമിക്കുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച് ദേവസ്വം ബോർഡ് കമ്മീഷണർ റവന്യൂ വകുപ്പുമായി തർക്കത്തിലായതോടെയാണ് ഈ കൊള്ളയുടെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളത് പുറത്തേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും തർക്കം പരിഹരിക്കാനായി 2023 ജൂലൈ 26 ഒരു യോഗം ചേർന്നിരുന്നു. ദേവസ്വം ഭൂമി തട്ടിയെടുത്ത് അത് മറയ്ക്കാൻ 2023 ഓഗസ്റ്റ് 9 പുതിയൊരു ഉത്തരവ് കൂടി ഇതിനിടയിൽ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശബരിമലയിൽ ഏത് തരത്തിലാണോ ഉത്തരവുകൾ ഇറക്കി സ്വർണം അവിടുന്ന് കടത്താനായി ദേവസ്വം വകുപ്പും ദേവസ്വം മന്ത്രിയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡും ഇടപെടൽ നടത്തിയത്, സമാനമായ രീതിയിൽ ഈ ഭൂമിക്കൊള്ള നടത്താനും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ ഞെട്ടിക്കുന്നതാണ് ക്ഷേത്രഭൂമികൾ കൈയിട്ട് വാരിയും ഒപ്പം തന്നെ ക്ഷേത്രഭൂമിയും കൊള്ളയടിച്ചുള്ള ഇടത് സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ. അനിൽ നമ്പ്യാർ. കേരളത്തിലെല്ലാം ഉഡായിപ്പ് എന്നാണ് പ്രേക്ഷക പ്രതികരിക്കുന്നത്. അതിനിടെ ഒരു കാര്യം കൂടി പ്രേക്ഷകർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ഉറങ്ങാൻ കഴിയുന്നില്ല, സ്വർണം കട്ടവനെന്ന് വിളിക്കരുതെന്ന് കടകം പള്ളി. ഏതൊരു പത്രത്തിൽ വന്ന വാർത്തയാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. കടകം പള്ളിക്ക് ഉറക്കം വരുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, സ്വർണ്ണക്കൊള്ള പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. ദേവസ്വം ഭൂമി കൊള്ളയാണ് നടത്തിയിരിക്കുന്നത്. റീസർവേയുടെ പേരിലാണ് ഈ കൊള്ള നടത്തിയിരിക്കുന്നത്. റവന്യൂ രേഖകളിൽ പുറമ്പോക്ക് ഭൂമി എന്ന് അടയാളപ്പെടുത്തിയാണ് ഈ കൊള്ള നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ പല ദേവസ്വം ഭൂമിയും ഈ ദേശീയപാത വികസനത്തിനായി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേന്ദ്ര സർക്കാർ കോടികളാണ് ഈ നൽകിയിരിക്കുന്നത്, തുക നൽകിയിരിക്കുന്നത്. ഈ ഭൂമിക്ക് തുക നൽകിയിരിക്കുന്നത് കോടികളാണ്. പക്ഷേ ഈ കോടികളൊന്നും ആ ദേവസ്വത്തിന് പോകാതെ അല്ലെങ്കിൽ അതത് ക്ഷേത്രങ്ങൾക്ക് പോകാതെ അത് മൊത്തം സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. സർക്കാരിന്, ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നതാണ്, സർക്കാരിന് ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരത്തിലാണ് കണ്ണ്, ക്ഷേത്ര കൊള്ളയിലാണ് താല്പര്യം. അതുപോലെ ദേവസ്വം ഭൂമി തട്ടിയെടുക്കുന്നതിലും സർക്കാർ ബദ്ധശ്രദ്ധ പുലർത്തുന്നു എന്നാണ് ശാലിനിയുടെ റിപ്പോർട്ടിൽ നിന്നും വായിച്ചെടുക്കാൻ